എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 100 മീറ്റർ മാത്രം ദൂരത്തായി നല്ലൊരു വില്ല കമ്മ്യൂണിറ്റി പോലെ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്നത് പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്റ്റർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും ചാറ്റർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ ഇവിടെ കാണാം. അത് ഇൻ്റർലോക്ക് കട്ടവിരിക്കാനുണ്ട്. ഇവിടെ ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടി അഡീഷണൽ ആയിട്ട് പാർക്ക് ചെയ്യാം. ഈ ഭാഗത്ത് തന്നെയാണ് കിണറും കോമൺ ആയിട്ട് വരുന്നത്. 4 വില്ലകൾ കൂടി കോമൺ കിണർ തന്നെയാണ്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് മുന്നിലായി കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ഗേറ്റ് ലൈറ്റെല്ലാം നമുക്ക് കാണാം. വീടിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് കട്ടകളാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. വലിയൊരു XUV മോഡലുള്ള വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ചുറ്റുഭാഗങ്ങളിലേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ചെടികൾ എല്ലാം നട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ബാക്ക് സൈഡിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റമെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്ന ഗ്രില്ലെല്ലാം അവിടെ കാണാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. കിഴക്ക് ഡയറക്ഷനോടുകൂടി വരുന്ന ഡോറ് നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ടിലെ ഡോറ് നിർമ്മിച്ചിട്ടുള്ള തേക്കുവുഡിലാണ്. ബാക്കിയെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. മനോഹരമായ ഒരു ലിവിംഗ് ഹോൾ ഇവിടെ കാണാം. 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും BLDC ഫാനെല്ലാം പ്രൊവൈഡ് ചെയ്താണ് ഇന്റീരിയർ വർക്കുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. പാനലിംഗ് എല്ലാം ചെയ്ത വിൻഡോയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 5 അടി വലിപ്പത്തിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭിത്തിയിലായി മനോഹരമായ മൾട്ടിവുഡിൽ തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയുള്ള TV യൂണിറ്റ് തന്നെയാണ്. ഈ ലിവിംഗ് ഹാളിൽ നിന്നും നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ചെറിയൊരു ഫാമിലി ലിവിങ്ങിലേക്കാണ്. ഇവിടെയും ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സ്പേസ് കിട്ടുന്ന രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം ഭംഗിയുള്ളൊരു ഏരിയ തന്നെയാണ്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വരാം. ഇവിടെയാണ് ഡൈനിങ് ഹാൾ വരുന്നത്. 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഇവിടെ കാണാം. സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്പേസിലും സീലിംഗ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മനോഹരമായി തന്നെയാണ് വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ഒരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നമുക്ക് കാണാൻ കഴിയും. നേരെ കിച്ചൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും സീലിംഗ് ഫാൻ നമുക്ക് കാണാം. ക്രോക്കറി ഷെൽഫുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് ഈ വീടിൻ്റെ ഈ ഭാഗത്തായി ലഭിക്കുന്നുണ്ട്. അത് ടൈലെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ബെഡ്റൂമിലും സീലിംഗ് ഫാൻ കാണാൻ കഴിയും. നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്താണ് കബോർഡ് വർക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്ക് തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. അവിടെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ തന്നെയാണ്. ഇനി സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാൻഡ്രലിനായി ടഫൻ ഗ്ലാസും വുഡും ഉപയോഗിച്ചപ്പോൾ സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു സ്പേസ് അവിടെ കാണാൻ കഴിയും. ചെറിയൊരു നീളത്തിൽ വരുന്നൊരു ഹോളാണ് മുകളിലെ നിലയിൽ നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയും ഫാനുകളെല്ലാം കാണാൻ കഴിയും. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം.
അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയിൽ കാണാൻ കഴിയുക. ഈ ബെഡ്റൂമും ഏകദേശം ഒരു 140ഓളം സ്ക്വയർ ഫീറ്റോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിൽ വാൾപേപ്പറും കബോർഡ് വർക്കുകളും സീലിംഗ് ഫാനെല്ലാം കൊടുത്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഭാഗത്താണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. എല്ലാ ബാത്റൂമിലും ഗീസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു സ്പേസിലാണ്. ഇത് താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ പാറ്റേണിൽ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നല്ല രീതിയിലുള്ള കബോർഡ് വർക്ക് ഇവിടെ കാണാം. കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം ഇവിടെയും കാണാം. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 3.5 സെൻറ്റിൽ 1720 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 78 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.